നമസ്കാരം. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തില് RCBയുടെ വിജയാഘോഷത്തിനിടയിൽ 11 പേരാണ് മരിച്ചത്. അതേപോലെ തന്നെ 50ഓളം പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇതിന് ഉത്തരവാദികൾ ആരാണ്? സർക്കാരാണോ? അതോ RCBയുടെ മാനേജ്മെന്റോ? അതോ ഇതൊന്നും അറിയാതെ ഈ പരിപാടി കാണാൻ വന്ന RCBയുടെ ഫാൻസ് ആണോ? ഇതുപോലൊരു ദുരന്തത്തിന് ഉത്തരവാദികൾ ആരാണ്? ഇങ്ങനൊരു ആഘോഷം നടത്തുന്നതിന് മുമ്പെടുക്കേണ്ട അടിസ്ഥാനപരമായ സജ്ജീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ശ്രീ DK ശിവകുമാർ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വരുന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. പോലീസ് നേരത്തെ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം വെക്കാനുള്ള അടിസ്ഥാനപരമായ യാതൊരു സജ്ജീകരണങ്ങളും ഇത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങി പോലീസിന് ഈ പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വന്നതാണ്. പോലീസ് അവരുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു പാരിശ്രമമായി പോയി. ഒരിക്കലും നമുക്ക് പോലീസിനെ കുറ്റം പറയാനൊക്കില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും ഇത്രയും തിരക്ക് നിയന്ത്രിക്കാൻ പട്ടാളത്തിന് പോലും പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാവുന്നതിനും അധികം ജനം അവിടെ തടിച്ചുകൂടിയിരുന്നു. RCB മാനേജ്മെന്റിന് ഒരിക്കലും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാനാവില്ല. എത്രയോ ജീവനുകളാണ്, അതേപോലെ തന്നെ എത്രയോ പ്രതീക്ഷകളാണ് അവിടെ ചവിട്ടിയരക്കപ്പെട്ടത്, 6 വയസ്സുകാരുടെ ഉൾപ്പെടെ. ഇനിയും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും ഇങ്ങനെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിവതും കൊച്ചു കുട്ടികളെ അല്ലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കുക. ഒരു പരിപാടി സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെ ഒരു പരിപാടി നടത്തി കഴിയുമ്പോൾ അതിലെ സംഘാടകർക്കും അവരുടെ ഫാമിലികൾക്കും മാത്രമാണ് ലാഭം. നമ്മളെപ്പോലുള്ളവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇനിയും ഇങ്ങനെ ദുരന്തങ്ങൾ നടന്ന് ദുരന്ത കണ്ണീരുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ಎಲ್ಲ ಕಾರ್ಯ